എത്ര കണ്ട് മദീനയിലെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിക്കുന്നുണ്ടാകും. നമ്മുടെ ഹൃദയങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? എന്റെ ഹബീബിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടങ്ങൾ. എന്റെ ഹബീബ് ഞാൻ തലയിൽ തട്ടമിടുന്നതാണ്, എന്റെ മുടി കാണാതിരിക്കുന്നതാണ്, ഞാൻ തലയിൽ തൊപ്പിവെക്കുന്നതാണ്, ഞാൻ താടി നീട്ടി വളർത്തുന്നതാണ്. എന്റെ പരിശുദ്ധ ഹബീബിന്റെ ഇഷ്ടം. അതുകൊണ്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഹബീബിന്റെ ഇഷ്ടമാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് താടി ഷേവ് ചെയ്യുന്നത്? നമ്മൾ ആർക്ക് വേണ്ടിയാണ് തലയിൽ നിന്ന് തട്ടം നീക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് മേക്കപ്പ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ചുണ്ട് ചുമപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ ചിന്തിക്കുക, ആരോടാണ് ഇഷ്ടം? ആരോടാണ് ഇഷ്ടം? വാക്കിലല്ലേ ഹബീബുള്ളൂ, വാക്കിലല്ലേ അല്ലാഹുള്ളൂ. ഹൃദയത്തോട് ഇടനെഞ്ചത്തേക്ക് കൈവച്ച് സത്യം ചെയ്ത് പറ, ഞാൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ആരോടാണ് കുറുപുലർത്തുന്നത്? ആരെയാണ് എന്റെ ഇടനെഞ്ചിന്റെ അകത്തളത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? എന്റെ ഹബീബിന്റെ അധ്യാപനങ്ങളെ ഞാൻ നെഞ്ചേറ്റാതെ പോയത്? എന്റെ മകൻ എന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതുപോലെ ആകണം. ചെറിയ മക്കളെ അടക്കം ഉമ്മമാർ മുടി വെട്ടിക്കുന്ന കോലങ്ങൾ കണ്ണ് കാണുന്നവരാണ് നമ്മൾ. ആരുടെ ഇഷ്ടങ്ങളാണ്, ആരുടെ താല്പര്യങ്ങളാണ്? ഇതിന്റെ റസൂൽ ഇഷ്ടപ്പെടുമോ? ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഇതെന്റെ ഹബീബിന് ഇഷ്ടമുള്ളതാണോ? നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ എന്തേ ആലോചിക്കാത്തത്? വാക്കിൽ മാത്രമായി റസൂലിനോടുള്ള മഹബത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണോ? ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഇടറുമ്പോ, നമ്മൾ കാലുവഴുതി സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അടിതെറ്റുമ്പോ അവലാതി കൊള്ളുന്നുണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റുകളിലേക്ക് പോകുമ്പോ, കരങ്ങൾ മലിനമാകുമ്പോ, ഹൃദയങ്ങൾ ഇരുണ്ടു പോകുമ്പോ നമുക്ക് വിഷയം തോന്നുന്നില്ല, പ്രശ്നം തോന്നുന്നില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. എന്റെ ഉമ്മത്തിലെ ഇന്ന വ്യക്തി, എന്റെ ഉമ്മത്തിലെ മുബശ്ശിറേ, നീ വഴി തെറ്റുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് എന്റെ ഹബീബ് മദീനയിൽ ഇരുന്ന് വിതുമ്പുന്നുണ്ട്, മദീനയിൽ കടന്ന് പ്രയാസപ്പെടുന്നുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയാത്തവനെ എത്ര ഹതഭാഗ്യം. നമ്മളാണോ റസൂലിനോടുള്ള മഹബ്ബത്തുള്ളവരെ, ഇഷ്ടമുള്ളവരെ, ഇഷ്കുള്ളവരെന്ന് വാദിക്കുന്നവർ? എവിടെയാണ് നമ്മുടെ ഇഷ്കുള്ളത്? എവിടെയാണ് നമ്മുടെ ഇഷ്ടമുള്ളത്? പ്രിയമുള്ളവരെ, ആലോചിക്കേണ്ടതാണ്. ഒരു പ്രവാചകനിലും ഇതുപോലെ മാതൃകയില്ലല്ലോ. ഉമ്മത്തിനെ ഇഷ്ടപ്പെട്ട റസൂൽ, തന്റെ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച റസൂൽ, തന്റെ സമുദായത്തിന് വേണ്ടി സമർപ്പിച്ച റസൂൽ. മറ്റൊരു പ്രവാചകരിലും ഈ മാതൃക നമുക്ക് കാണാൻ കഴിയില്ല. മറ്റൊരു പ്രവാചകരിലും നമുക്ക് ഈ മാതൃക കാണാൻ കഴിയില്ല. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, മുഅ്മിനേ, ഒരംശമെങ്കിലും ഹൃദയത്തിനകത്ത് ഈമാനിന്റെ കണിക ഉറങ്ങുന്നുണ്ടെങ്കിൽ തട്ടിയുണർത്തിക്കോ. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ലോകത്തിൽ വരെ കഴിഞ്ഞുപോയ ഓരോ പ്രവാചകർക്കും, ഓരോ നബിമാർക്കും ഉത്തരം അല്ലാഹു ഉറപ്പായും ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ദുആ. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ആ പ്രാർത്ഥനകളെല്ലാം യദഉ ബിഹാ, അവരെല്ലാം അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ദുനിയാവിൽ വെച്ച് സമുദായങ്ങൾക്ക് വേണ്ടി
സമുദായങ്ങൾ അക്രമങ്ങൾ ചെയ്തപ്പോ ഓരോ പ്രവാചകനും അള്ളാഹുവിനോട് സഹായം ചോദിച്ച ദുആ ഉദ്ദേശിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. أن نختبئ دعوتي شفاعة لأمتي يوم പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഞാൻ എത്ര കണ്ട് പ്രയാസപ്പെട്ടിരുന്നില്ലേ പരിശുദ്ധ ഹബീബ്. പിഞ്ചോമന മക്കളടക്കം കാലിന് കല്ലെടുത്തെറിഞ്ഞില്ലേ, അവിടുത്തെ തിരുമേനിയിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ചില്ലേ. എന്തേ? അല്ലാഹു അഹദ്, ഏകനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ. നിങ്ങളെ വഴികേടിലാണ് മക്കളെ സഞ്ചരിക്കുന്നത്. പരാജയപ്പെട്ടു പോകും ഉമ്മത്തെ അതുകൊണ്ട് നേരായ മാർഗത്തിലേക്ക് കടന്നു വരണം. ഉമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചപ്പോഴും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെതിരെ പ്രാർത്ഥിച്ചില്ല. ത്വായിഫിൽ നിന്ന് പ്രബോധനം കഴിഞ്ഞ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യസനത്തോടെ വിഷമത്തോടുകൂടെ വരുന്ന രംഗമുണ്ട്. പിഞ്ചോമന മക്കളടക്കം, ചെറിയ മക്കള് നമ്മളൊരു കാര്യം പറയുമ്പോ അല്ലേ, ഇപ്പത്തെ മക്കളൊന്നും ആരും ഉപദേശിക്കില്ല. കാരണം തിരിച്ചിങ്ങട്ട് കുട്ടികൾ വളരെ മോശപ്പെട്ട രീതിയിൽ വലിയ ആളാണെന്നില്ല, ഒരു ബഹുമാനവും പേടിയൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രതികരിക്കും, വഷളാവും. അതുകൊണ്ട് ആരും തന്നെ എന്താവില്ല, കുട്ടികളെ ഉപദേശിക്കാൻ പോകില്ല. നമ്മൾ കാണുന്ന രംഗാണ്. പണ്ടൊക്കെ പള്ളിയിലോ അല്ലെങ്കിൽ പള്ളിയുടെ പരിസരത്തിലോ ഒക്കെ കുട്ടികളോ ഒക്കെ ശബ്ദിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ആര് പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ